വെനസ്വേല നിയന്ത്രിക്കുന്ന കാര്യത്തിൽ മാറ്റമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനസ്വേലയിൽ നിന്ന് 50 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ എടുക്കും, വിലയും US നിശ്ചയിക്കും. എണ്ണ ഖനന മേഖലയിൽ ചൈന വൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്ന നിക്കോളസ് മഡൂറോയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം വരുന്നത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, എന്തായാലും വെനസ്വേലയുടെ നിയന്ത്രണം ട്രംപിന്റെ കൈകളിൽ ഭദ്രമാക്കുകയാണ് അമേരിക്ക എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്, അല്ലേ? തീർച്ചയായും രാഖി, വെനസ്വേല ആക്രമിച്ചതിന് ശേഷം അല്ലെങ്കിൽ മഡൂറോയെ പിടികൂടിയതിന് ശേഷം എന്താണോ ട്രംപ് ലക്ഷ്യം വെക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാകുന്ന സൂചനകളാണ് വരുന്നത്. 30 മുതൽ 50 മില്യൺ ബാരൽ വരെ ക്രൂഡ് ഓയിൽ ഓരോ വർഷവും അല്ലെങ്കിൽ അവിടെ നിന്ന്, അതായത് വെനസ്വേലയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുവരുമെന്നൊരു നിലപാടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും അത് തന്നെയായിരുന്നു ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. 20%, സാങ്കേതികമായി പറഞ്ഞാൽ 20% ലോകത്തെ എണ്ണ നിക്ഷേപത്തിൻ്റെ കേന്ദ്രം തന്നെ, അല്ലെങ്കിൽ എണ്ണ നിക്ഷേപങ്ങളുള്ളതിൻ്റെ 20% വെനസ്വേലയിലാണ്. വെനസ്വേലയിലെ ഈ എണ്ണ നിക്ഷേപം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നത് കൂടുതൽ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. എണ്ണയുടെ വില സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ തങ്ങൾ നടത്തുമെന്നൊരു നിലപാടാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും ആ ഒരു ലക്ഷ്യത്തോടെ അമേരിക്കയ്ക്ക് കൂടുതൽ ഊർജ്ജം അവൈലബിൾ ആക്കുക, അല്ലെങ്കിൽ ഊർജ്ജോൽപാദനത്തിൻ്റെ ഊർജ്ജ ലഭ്യതയുടെ കാര്യത്തിൽ അമേരിക്കയെ കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു ഈ നീക്കത്തിന് പിന്നിലെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റൊരു വലിയ പ്രശ്നം, അല്ലെങ്കിൽ ഒരു സങ്കീർണമായൊരു പ്രശ്നം ഇക്കാര്യത്തിൽ വരാനിരിക്കുന്നത്, ആ എണ്ണ വാങ്ങാനുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിക്കോളസ് മഡൂറോയെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട ചൈനയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് എന്നതാണ്. ഈ എണ്ണ നിക്ഷേപ രംഗത്ത്, അതായത് എണ്ണ ഖനന മേഖലയിലും അതുപോലെ തന്നെ റിഫൈനറി മേഖലകളിലെല്ലാം തന്നെ വൻതോതിൽ ചൈന നിക്ഷേപം നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ചൈനീസ് നിക്ഷേപം അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ചൈനീസ് സ്ഥാപനങ്ങളുമായി അല്ലെങ്കിൽ ചൈനീസ് സംവിധാനങ്ങളുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിനെ ട്രംപ് തുനിയുമെന്ന് നിലവിലെ സാഹചര്യത്തിൽ കരുതുക വയ്യ. ഇതൊരു വെല്ലുവിളിയായി തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, ഈ വിചാരണ വേളയിൽ നിക്കോളസ് മഡൂറോ പറഞ്ഞത്, വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോ പറഞ്ഞത് ചൈനയെ ചൈനീസ് പ്രസിഡന്റ് ബിഗ് ബ്രദർ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരൻ എന്ന പരാമർശമൊക്കെയാണ്. ഈ പരാമർശങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ചൈനയുടെ ഇടപെടൽ ഏത് രീതിയിലായിരിക്കും? ചൈന കൃത്യമായും മഡൂറോയെ വിട്ടയക്കണം, ഈ അധിനിവേശം നിർത്തണമെന്ന കൃത്യമായ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെയും ഒരു താല്പര്യമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുക എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. 30 മുതൽ 50 ലക്ഷം ബാരൽ എണ്ണ എത്തിക്കുമെന്നൊക്കെ പറയുന്നത് എത്ര കണ്ട് പ്രായോഗികമാവുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എങ്കിൽ കൂടി അതൊരു തീരുമാനമായി അമേരിക്ക എടുത്തിരിക്കുന്നു എന്നതും ഒരു വസ്തുതയാണ്. മറ്റു പല സംഭവവികാസങ്ങളും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത്. തീർച്ചയായും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വെനസ്വേലയിലെ അധീശത്വം കേവലം മയക്കുമരുന്ന് നിയന്ത്രണത്തിൻ്റെ, അല്ലെങ്കിൽ മയക്കുമരുന്ന് കടത്ത് നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ കുറ്റവാളികളും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരും അനധികൃതമായി കടന്നു വരുന്നു എന്ന ഒരു ആരോപണം മാത്രമല്ല, ഈ ലക്ഷ്യം കൂടി ഉണ്ടെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വെനസ്വേല നിയന്ത്രിക്കുന്നതിൽ മാറ്റമില്ലാതെ നിലപാട് തുടരുകയാണ് ട്രംപ് എന്നുള്ളതാണ്. വെനസ്വേലയിൽ നിന്ന് 50 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ കൂടി എടുക്കും, വിലയും US നിശ്ചയിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്.